പ്രിയമുള്ളവരെ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളിൽ ഒരാളായ ഒരു അമ്മയെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ആരാണ് ഈ മഹതി എന്നുള്ളത്. തിരുവിതാംകൂർ രാജകുടുംബാംഗവും പ്രശസ്ത എഴുത്തുകാരിയുമായിട്ടുള്ള പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണ് ഈ മഹതി. എളിമയുടെ മഹാറാണി എന്ന് ഇവരെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപുരാതനമായിട്ടുള്ള ക്രോധോത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മീനച്ചിലാറിൻ്റെ കരയ്ക്ക് നട്ടാശ്ശേരിയിൽ സൂര്യകാലടി മനയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര തന്ത്രിയായിട്ടുള്ള ജയസൂര്യൻ ഭട്ടതിരിപ്പാട് സൂര്യകാലടി മന, അദ്ദേഹത്തെയും നമുക്ക് അവരോടൊപ്പം കാണാം. ക്രോധോത്ത് വിഷ്ണുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പേര്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയെ കാണാനായിട്ട് നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അത്യധികം സന്തോഷത്തോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ ഭയഭക്തി ബഹുമാനത്തോടും നാമജപത്തോടും ആർപ്പുവിളിയോടും കുരവിയോടും കൂടി അവരെ സ്വീകരിച്ചു. ചിലർ കരവഞ്ചിപ്പാട്ട് പാടുന്നതായിട്ടും കാണാൻ സാധിച്ചു. ഈ വർഷം ഈ ക്ഷേത്രസന്നിധിയിൽ നടക്കാനിരിക്കുന്ന അന്തർദേശീയ ഭാഗവത സത്രം, അതിൻ്റെ വിളംബര പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ക്രോധോത്ത് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. വിളംബര പ്രഖ്യാപനവും ആ സമയത്ത് ഗൗരി ലക്ഷ്മിബായി നടത്തിയ അതിമനോഹരമായ പ്രസംഗവും നേരത്തെ തന്നെ ഒരു വീഡിയോയായി ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൂര്യകാലടിമനയിലെ പ്രസിദ്ധനായിട്ടുള്ള ശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട്, ശ്രീ ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, മള്ളിയൂർ
ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിങ്ങനെയുള്ള മഹത് വ്യക്തികളും വേദിയിൽ ഉണ്ടായിരുന്നു. കോട്ടയത്തിൻ്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വേദിയിലുണ്ടായിരുന്നു. ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, ലാളിത്യത്തിൻ്റെ മഹാറാണി, നീണാൾ വാഴട്ടെ.